ഈ ഒരു കാര്യം പ്രവാസികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ജയിലിൽ പോകേണ്ടി വന്നേക്കാം. എന്താണെന്നല്ലേ, യുദ്ധത്തിന്റെ ഡ്രോണുകൾ വീഴുന്നതിന്റെയോ മിസൈൽ വീഴുന്നതിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തി ജയിലിടാനുള്ള വകുപ്പുണ്ട്. ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നതിലൂടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ശത്രുരാജ്യത്തിന്റെ സ്പൈ ആയി മാറുകയാണ്. നിങ്ങളുടെ ദൃശ്യത്തിലൂടെ ശത്രുരാജ്യത്തിന് ഈ രാജ്യത്തിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു സ്ഥലത്ത് ഡ്രോൺ വീണെന്ന് വെക്കുക, അവിടേക്ക് ഡിഫൻസ് സേന എത്ര വേഗത്തിലാണ് എത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ശത്രുവിന് എത്തുക നിങ്ങളുടെ വീഡിയോയിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവർ ആക്രമണം തടയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശത്രുവിന് ചോർത്തി കൊടുക്കുന്നത് നിങ്ങളുടെ വീഡിയോയിലൂടെ ആയിരിക്കും. അതുപോലെ തന്നെ ശത്രു ആക്രമിച്ച സ്ഥലത്തിന് എത്രയൊക്കെ കേടുപാടുകൾ പറ്റിയെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ അവർക്ക് ഇനി ആ സ്ഥലത്ത് ആക്രമണം നടത്തണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആരും വീഡിയോ പകർത്താനോ ഇത് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ വരുന്ന ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുവാനോ ശ്രമിക്കരുത്. ഇത് വലിയ കുറ്റമാണ്, ഗുരുതരമായ കാര്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക.